ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ആ ദൈവരാജ്യത്തിലാകാം. യേശു എന്നാന്നൊന്ന് പഠിക്കുക. എന്തായാലും നമ്മുടെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. അപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുന്നതിൻ്റെ കൂടെ ക്രിസ്തു ആരാന്ന് ഏത് മനുഷ്യനും പഠിക്കണം. ക്രിസ്ത്യാനി അല്ലാത്തവരും ക്രിസ്തു വർഷമല്ലേ ഫോളോ ചെയ്യണത്. നമ്മൾ ലോകം മുഴുക്കനും ക്രിസ്തുവിൻ്റെ പുറകെയാണ്. ക്രിസ്തുവിനെ അറിയാത്തത് നമുക്കിടെ ബോധമില്ലായ്മയായിരിക്കും. ക്രിസ്തു എന്ന് പറഞ്ഞ മതം ഉണ്ടാക്കിയിട്ടില്ല. കുറേ ആൾക്കാരിങ്ങനെ യേശുവിൻ്റെ പുറകെ നടന്നവരെ ക്രിസ്ത്യാനി എന്ന് പേരിട്ടു. അങ്ങനെ ഒരു മതം പോലെ ആയത്. യേശു മതം സ്ഥാപിക്കാൻ വന്നേക്കണേല്ല, സർവ്വ മനുഷ്യരെ സ്വർഗീയ പിതാവിലേക്ക് വന്നെടുത്തിട്ട് തിരിച്ചു ചെല്ലാനുള്ള വഴി കാണിക്കാനും ഭൂമിയിൽ നഷ്ടമായ ദൈവരാജ്യം വീണ്ടും സ്ഥാപിക്കാനും വന്നതാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണെന്നറിയണ്ടേ? അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ തന്നെയാണ് ദൈവരാജ്യം. അപ്പം അതൊക്കെ രുചിച്ചറിയണം നമ്മൾ. ആ ദൈവ സാന്നിധ്യവും അതൊക്കെ അറിഞ്ഞില്ലേ പിന്നെ എന്നാ ലോകത്തിൽ ഒരിക്കലും ആ സന്തോഷം തരാൻ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്ത് സുഖം എന്നറിയാം. ഞാൻ പ്രാർത്ഥിച്ച് ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ സ്വപ്ന ലോകത്തായിട്ട് പോവുകയെ, പക്ഷേ ആ സുഖം ഇങ്ങനെ ലോകത്തിന് തരാൻ പറ്റില്ല. അതുപോലെ പ്രെയർ ഹോളിന് ഇന്നിവിടെ ചൊവ്വാഴ്ച ബൈബിൾ ക്ലാസ്സായിരുന്നു. എന്തൊരു സുഖ ബൈബിൾ പ്രാർത്ഥന വരുമ്പോൾ ആ സുഖം ഒരു ടൂറിനും തരാൻ പറ്റണില്ല. ഞാൻ നോക്കിയിട്ട് ഒന്നിനും എനിക്ക് തരാൻ പറ്റണില്ല ലോകത്തിന്. അപ്പോൾ എനിക്കിപ്പോൾ പ്രയറിന് പോണതും കാര്യം നമ്മുടെ കടയിലാണ് ഏറ്റവും രസം. കടയിൽ എന്തോരം അകലെന്ന് ആൾക്കാർ വന്നോ പല എനിക്ക് ആൾക്കാരെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. നമുക്കൊരു കഷ്ടപ്പാടുമില്ല, എല്ലാത്തിനും ആൾക്കാരുണ്ട്, സഹായിക്കും. ഒന്നിനും ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെടാറില്ല ഒരു കാര്യത്തിലും. പക്ഷേ എന്നാലും ഏറ്റവും എനിക്ക് രസം, സന്തോഷം, മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രാർത്ഥനയിലാണ്. അതാണ് ദൈവത്തിൻ്റെ മഹാ അത്ഭുതം. വായിക്കുന്നത് സദൃശ്യം വാക്യം 12-19. ഒത്തിരി അത്യാവശ്യവും ചിന്തിക്കേണ്ടത് കേട്ടോ. സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും, സത്യേ നിലനിൽക്കുള്ളൂ. വ്യാജം പറയുന്ന നാവ് മാത്രം നേരത്തേക്കേ ഉള്ളൂ. ഈ ചിലർ പറയില്ലേ, ചിലരെ പറ്റി വ്യാജ പ്രചരണം നടത്തൂലേ, അത് കേട്ടിട്ട് ടെൻഷൻ അടിച്ച് ചിലർ ആത്മഹത്യയൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വ്യാജ പ്രചരണം എന്നിട്ട് അതങ്ങ് കെട്ടടങ്ങിപ്പോയി. ആ പറഞ്ഞവർ തന്നെ ലജ്ജിതരായിപ്പോയി. നമ്മളതിനെപ്പറ്റി ഞാനും ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുക, വ്യാജം ആരെപ്പറ്റി പറഞ്ഞുണ്ടാക്കിയാൽ ആരും സങ്കടപ്പെടണ്ട, അത് നിലനിൽക്കില്ല, സത്യം മാത്രം നിലനിൽക്കുള്ളൂ. ഇപ്പം എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുക. ദൈവമേ, എന്ത് പെട്ടെന്ന് ആ വ്യാജമൊക്കെ കെട്ടടങ്ങി ഇരട്ടി ശക്തിയിൽ നമ്മളെ കൂടുതൽ ദൈവം അവിടെ മാനപാത്രാക്കി ഉയർത്തി മാനിക്കും. സദൃശ്യവാക്യം 21-23 പറയുക, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പോൾ നാവും കൊണ്ട് ഓരോന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. വാ തുറക്കുമ്പോഴൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം വാ തുറന്നാൽ മതി. എന്നെപ്പോലെ ആവശ്യമുണ്ട് എപ്പോഴും ഒത്തിരി വർത്താനം പറയാനിരുന്ന. പക്ഷെ ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ നാവിൽ ഉപ്പിനാൽ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രമേ വന്നേന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാൻ, നമ്മുടെ നാവ് യേശുവിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. നാവിൽ ഉപ്പിനാൽ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രം വന്നേന്ന്. അപ്പം ആമീൻ. അങ്ങനെ നമുക്ക് 2024 നമുക്കൊരു അനുഗ്രഹമായി മാറാം. നമ്മളെ ആ ജഡസ്വഭാവത്തെ മരിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കണ്ടേ, ചുരിദാർ സെറ്റിൻ്റെ അതിമനോഹരമായ വീഡിയോസ്. കോട്ടയാട്ടോ. കോട്ട യോക്കിൽ ഇങ്ങനെയുണ്ട്. ഇതിങ്ങനെ പാനൽ പോലെ താഴത്തേട്ടും ഉണ്ട്. ഇതിങ്ങനെ യോക്കിലാട്ടോ വർക്ക് തന്നെ. ലെങ്ത് എന്തോരം കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ലെങ്തൊക്കെ 46-47 കിട്ടും. ഷോൾ 1490. നല്ല സെറ്റാട്ടോ. ഒന്നാമത് കോട്ട എന്ന് പറഞ്ഞാൽ കനയില്ല, ഇടാൻ സുഖം, ഫാഷൻ ഒരു കാലത്തും പോവില്ല. അപ്പോൾ അതങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. 1490 വിലയുള്ളൂ. ഒത്തിരി നല്ലതാണ്. കാരണം ഞാനെപ്പോഴും അധികവും എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഇട്ടേക്കണതും കോട്ടയാണ്. എനിക്ക് സിൽക്കും കോട്ടയാണ് അധികം ഞാൻ എടുക്കാറ്. ഫാഷൻ അധികം പോകണതൊന്നും ഞാൻ എടുക്കാറില്ല. നമ്മുടെ കടയിൽ ഒരു സെറ്റിനും ഫാഷൻ പോകാറില്ല കേട്ടോ. 1490 ആണ്. സൂപ്പർ സംഭവമാണ്. അടിപൊളി പീച്ച് കളറേ.
നല്ല കളർ ചാർട്ടും ആട്ടോ. $1490. അടിപൊളി സെറ്റുകളാണ്, അടിപൊളി സെറ്റാണ്. പെട്ടെന്ന് എടുത്തോ, ചാടി വെബ്സൈറ്റിൽ എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈനിൽ 4 ഓർഡർ ത്രൂ 4 പിള്ളേർ ഉണ്ട്. 4 പേര് നിങ്ങളുടെ വിളിക്ക് കാതോർത്തിരിക്കുവാണ്. പിന്നെ ഷെയറിൻ്റെ കാര്യം മറക്കരുത്. ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ആ ഓർഡർ ത്രൂ നമ്പറിലേക്ക്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ അതിൻ്റെ ഇത് ചെയ്യുക. അപ്പോൾ ഫെബ്രുവരി ആദ്യം 1000 രൂപയുടെ ഞക്കെടുത്തിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം. ജോർജറ്റ്. ഇതിൻ്റെ വേറെ ഡിസൈൻ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഒറിജിനൽ ക്രേപ്പിൻ്റെ പ്ലെയിൻ ഷോള്. ഇത് ഫ്രണ്ടും ബാക്കും ഈ പ്രിന്റ് തന്നെയാണ് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് 1399 വിത്ത് ലൈനിങ്ങാണ്. 1390. അടിപൊളി സെറ്റാണ്, സൂപ്പർ ഹിറ്റാണ്, നല്ലതാണ്. ഇപ്പോൾ ഈ ഒതുക്കം കിട്ടുകയും ചെയ്യും. ഇപ്പം എല്ലാവർക്കും, ഞാൻ ഇന്നലെ കാഞ്ചീപുരം സാരി ഉടുത്ത് കല്യാണത്തിന് പോയിട്ട് എല്ലാവരും തടിയാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സാധാരണ ബനാറസിൻ്റെ സാരി ഉടുക്കാറ്, ക്രേപ്പിൻ്റെ. അപ്പോൾ ഒതുങ്ങി കിടക്കുമല്ലോ. ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി അടുത്തൊന്നും ഞാൻ കാഞ്ചീപുരം സാരി ഉടുക്കണില്ല. തടിയാന്ന് പറയുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമം. ഇതേ ബേജ് കളർ തടിയാണ്, എന്നാൽ തീറ്റ കുറയ്ക്കാമെന്ന് ചിന്തിക്കുമല്ലോ കേട്ടോ. നല്ല കളേഴ്സ്. 1390 ഉള്ളൂ. നല്ല സൂപ്പറാണ്. ഫ്ലഷ് കളർ, നല്ല കളേഴ്സ്, നല്ല സെറ്റുകളും ഒക്കെ ആട്ടോ. ഏഷ്യൻ്റെ ഇത് ബോട്ടം ഷോൾഡർ കളറാണോ? ബോട്ടം അല്ല, ഇത് ലൈനിങ്. ബോട്ടോ ലൈനിങ് സെയിം തുണിയല്ല, വ്യത്യാസമുണ്ട്. 1390 ഉള്ളൂ. സൂപ്പറാണ്. അല്ലെങ്കിൽ എനിക്ക് സമാധാനം തരില്ല, അവർക്കിപ്പോൾ സ്പീഡ് കുറവാണ്. 1390. ഇത് രണ്ടും ഒന്നാണോ? വ്യത്യാസമുണ്ട്. ചിലത് സെയിം തന്നെയാട്ടോ. വിത്ത് ലൈനിങ്ങും ബോട്ടും. നല്ല കളർ ചാർട്ടുകളാട്ടോ. നല്ല ലെങ്തും ഉണ്ട്, 47, 48. പക്ഷേ ഇത് ഇങ്ങനെ ലെങ്തി തയ്ച്ചോട്ടോ. ഇത് ഡ്രൈ വാഷൊക്കെ ചെയ്യണമെന്ന് ഒറിജിനൽ ക്രൈപ്പ. നമുക്ക് കഴുകുമ്പോൾ ചുരുങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം ഇങ്ങനത്തെ ഒറിജിനൽ സംഭവം എല്ലാം ചുരുങ്ങും, അല്ലെങ്കിൽ അത് ഒറിജിനൽ അല്ലെന്നാണ് പറയണത്. അത് കാരണമാണ് ഈ ഒറിജിനൽ ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയണത്. നല്ല ലെങ്തൊക്കെ ഉണ്ട്. ഇപ്പം തയ്ക്കുമ്പോൾ നല്ല ലെങ്തി തയ്ച്ചോ. ഇത് ഫുൾക്കാരിയുടെ ബാക്കിലും പ്രിൻ്റ് ഉണ്ട്. ഫ്രണ്ട് യോക്ക് ഇങ്ങനെ വർക്ക്, നല്ല സെറ്റാണ്. ആയിരത്തി 1390. ഷോള്, ഷോൾ ഇപ്രാവശ്യം നല്ല വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ വർക്കാണ്, സ്കാലപ്പാണ്. ലെങ്ത് 47 കിട്ടും. ബോട്ടം ഒരു കോട്ടനാണ്. ഫുൾക്കാരിയുടെ ഇങ്ങനെ യോക്കി വർക്കുള്ള സംഭവം ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 1390. നല്ല പേസ്റ്റ് ചാർട്ടാണ്. ഈ തവണ കഴിഞ്ഞ തവണ ഡാർക്ക് ചാർട്ടായിരുന്നു കാണിച്ചതെന്ന് തോന്നും. ഈ തവണ പേസ്റ്റ് ചാർട്ടാണ് കാണിക്കാൻ. 1390 ഉള്ളൂ. അടിപൊളിയാണ്. ഇത് ഫുൾക്കാരിക്ക് അല്ലെങ്കിലും ഡിമാൻഡാണ്. അതിൻ്റെ കൂടെ യോക്കി വർക്കും ഷോളും ഇത്രയും അടിപൊളി. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നെയ്യപ്പം തിന്ന ആ ഉമ്മ പറഞ്ഞിട്ട് എത്ര ദിവസമായല്ലേ. രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ. നല്ല രസമുള്ള കളറല്ലേ, നല്ല പേസ്റ്റൽ ഗ്രീൻ. 1390 അല്ലേ? 1390.
അടിപൊളി സംഭവങ്ങളൊക്കെ ആണ്. കളേഴ്സ് കണ്ടല്ലോ അല്ലേ, നല്ല ബേജ് കളർ, ഇതെല്ലാം നല്ല പേസ്റ്റ് കളേഴ്സാണ്. പെട്ടെന്ന് എടുത്തോട്ടോ. ഇന്ന് ഒത്തിരി പേര് ഇന്ന് പുറത്തുനിന്ന് വന്നവരോ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരാ. അവരോർത്തു കടയിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കടയിൽ വന്നിട്ട് എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഓൺലൈനിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നു. ബാക്കി അവർ അകലെയുള്ള കടയിലേക്ക് ഓൺലൈൻ നേരത്തെ എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു ക്രീമി നേരത്തെ എടുത്തു വെക്കാണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് പിറ്റ് തരുന്നില്ലേ ഒന്ന് ഓർത്തു നോക്കുക. എല്ലാ ദിവസവും ലക്ഷം പിന്നാലെന്ന് പറഞ്ഞോടെ കെട്ടിറങ്ങണേ, കാശ് കൊടുക്കണ്ടേ കയ്യിലാക്കി. അപ്പോൾ കിട്ടാണ്ട് വരുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെയല്ല, നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സിൻ്റെ അപ്ഡേറ്റ് പോലെ ഒരു കടയിലും കാണില്ല. കാരണം നമ്മളിങ്ങനെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇനി എന്ത് കാണിക്കണം, വീഡിയോ എന്ത് കാണിക്കണം, ഏതാ പുതിയത് എന്നിങ്ങനെ നമ്മൾ. ഇത് കണ്ടോ, ഒരു കാന്താ വർക്ക് പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു റണ്ണിങ് വർക്കുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ബാക്കിലും ഈ സെയിം പ്രിൻ്റ് തന്നെയാണ്, ആ വർക്കുണ്ട്. അജ്രക് പ്രിൻറ്റിൻ്റെ ഒരു ഇതാണ്, നല്ല രസമുള്ളൊരു. ഇതിൻ്റെ ഷോളും ഒത്തിരി വെറൈറ്റി ആട്ടോ, ആപ്ലിക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഷോളിൽ. നല്ലൊരു സിൽക്ക് ഷോള്, നല്ല രസം. 1290 ആണ് വില, 1299 ആണ്. നല്ല രസമുള്ള നല്ലൊരു കോട്ടൺ സെറ്റ്. ലൈനിങ് ഇട്ട്, എനിക്ക് ലൈനിങ് ഇല്ലാണ്ട് കഴിഞ്ഞ ദിവസം തയ്ച്ചിട്ട് എനിക്ക് ആ സെറ്റ് ഇഷ്ടം. അതിങ്ങനെ അത് അയച്ച് ലൈനിങ് ഇട്ട് വരാൻ പറയണം, തിരക്ക് കുറഞ്ഞിട്ട് വേണം. എനിക്ക് ലൈനിങ് ഇട്ടാലേ എൻ്റെ ശരീരം ഒതുങ്ങോളെന്നൊരു ചിന്ത. ലൈനിങ് ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് തടി തോന്നിക്കുക. ഓരോരുത്തർക്കും ഓരോ ഇതട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി പേർക്ക് ലൈനിങ് ഇല്ലാത്ത ഇഷ്ടം, എല്ലാം അവനവൻ്റെ ഇഷ്ടം. 1299 ഉള്ളൂ. മെറൂണാണ്, ബ്ലൂ. നല്ല ഷോളൊക്കെ ആട്ടോ, നല്ല സിൽക്ക് ഷോളും. ഈ വിലയ്ക്കൊക്കെ നല്ല സെറ്റാണ്. ഈ ചൂടിന് വരാൻ തുടങ്ങണമുള്ളൂ. യേശുവിൻ്റെ കൃപയെ ചൂട് വരില്ല. നമ്മളെന്തിനാ നെഗറ്റീവ് പറയണേ? യേശുവിൻ്റെ നാമത്തിൽ നല്ല കാലാവസ്ഥയായിരിക്കും നമുക്ക്. 2024 നല്ല കാലാവസ്ഥയാവട്ടെ. നമ്മൾ ലോകത്തിൽ എന്തെങ്കിലും വരാൻ പോകുന്നു, അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു, അങ്ങനെ ഇന്നടുത്ത് ഇന്ന കാറ്റ് വരാൻ പോകുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മുടെ ദൈവമക്കളുടെ നാവിൽ ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം നമ്മൾ നൽകിയേക്കുക. യേശുവിൻ്റെ നാമത്തിൽ കാറ്റൊക്കെ വന്ന കടലിലേക്ക് തന്നെ തിരിച്ചോട്ടെ. നമുക്കിടെ ഒരു ദോഷവും പ്രകൃതിക്ക് വരരുത്, നമുക്കും വരരുത്. നമ്മൾ പ്രാർത്ഥിച്ച് നാവും കൊണ്ട് പറഞ്ഞു നോക്കിക്കേ, ഒരേ അടുത്തൊന്നും വരില്ല. ഇങ്ങനെ ഇത് അനൗൺസ്മെൻറ്റ് വരില്ല, അന്തരീക്ഷം ഇങ്ങനെ കാറ്റ് വരും, അത് ഇത് ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനാണ് ദൈവമക്കൾ. അപ്പം പ്രാർത്ഥിക്കണം, ലോകത്തൊരു അപകടം ഉണ്ടാകാണ്ടിരിക്കാൻ. കാരണം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായാലേ നമുക്കും അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല കളേഴ്സ് കേട്ടോ, സൂപ്പർ കളേഴ്സ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നല്ല സ്വഭാവമാകും. ജോർജറ്റിൻ്റെ കട്ട ഫാൻസിന് സമർപ്പിക്കുന്നു. ചില സിനിമയിലൊക്കെ അല്ലേ ഇത് ഇന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ജോർജറ്റിൻ്റെ കുറേ പേരുണ്ട്. ജോർജറ്റിൻ്റെ ആൾക്കാർക്ക് സമർപ്പിക്കുന്നു. ഷോള് നിറച്ച് എംബ്രോയിഡറി, യോക്കിൽ എംബ്രോയിഡറി, കോട്ടൺ സിൽക്കിൻ്റെ 1399. അപ്പോൾ അടിപൊളി സംഭവമാണ്. അടിപൊളി സംഭവമാണ്. ബോട്ടിൽ ഗ്രീനിൽ ഇഷ്ടം പോലെ. എന്നും യേശുബ്രാൻ ഏതായാലും നമുക്ക് ഓണസദ്യക്കുള്ള ഡ്രസ്സ് തന്നെയുണ്ട്. വെറൈറ്റി ആയിട്ട് ഇത്രയും ഡ്രസ്സ് തന്നെയുണ്ട്. ഇങ്ങനെ വീഡിയോയ്ക്കുള്ളതൊക്കെ ഒപ്പിക്കുമെന്നാണ്. അതിനെപ്പറ്റി നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട. എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാത്തുകൊള്ളും. ആമേൻ. എനിക്ക് തുണി കിട്ടാനുള്ളതൊക്കെ തരും എൻ്റെ യേശപ്പൻ എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ വെറൈറ്റി വരും. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇതിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്ന കേട്ടോ, നമ്മുടെ കടയ്ക്ക് വേണ്ടി. അത് കാരണം കേട്ടോ നമ്മളിങ്ങനെ പിടിച്ചിരിക്കണതൊക്കെ എന്തുമാത്രം ഇതൊരു മഹാഭാഗ്യമായി പോയിട്ടോ. യേശുവിൻ്റെ വചനം പറയാൻ തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായത്. ഈ വചനം പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ നിമിഷം ഓർത്ത് ഞാൻ സന്തോഷിക്കുക. എന്തോരം പ്രാർത്ഥന. എല്ലാവരും നമുക്ക് വേണ്ടി, നമ്മുടെ കടയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്കാരുടെ ഒരു മഹാസമ്മേളനം നമ്മുടെ കടയിൽ എന്നും. അവർ കാല് ചവിട്ടുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കടയിലൊക്കെ എപ്പോഴും പാസ്റ്റർമാരും പ്രാർത്ഥനക്കാരും അച്ഛന്മാരും എല്ലാ വിഭാഗവും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവർ വരുമ്പോഴേ നമ്മുടെ കടയ്ക്ക് എന്ത് അനുഗ്രഹമാണ്. നിങ്ങൾ
നിങ്ങളെല്ലാവരും പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ മക്കളല്ലേ, അവർ കാല് ചൂട്ടുമ്പോൾ അനുഗ്രഹിക്കപ്പെടില്ലേ. ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണോ ബ്ലാക്കാണോ? ബ്ലാക്ക് ആട്ടോ, കണ്ണടയില്ലാത്തതിൻ്റെ കുഴപ്പമാണേ. അടിപൊളി സെറ്റുകളാട്ടോ, പെട്ടെന്ന് എടുത്തോ. മുന്തിരി കളറ്, നല്ല എംബ്രോയ്ഡറി ആയി യോക്കിൽ ഇങ്ങനെ. അതേ പാൻറ് കൂടെ ഉണ്ട് കേട്ടോ, എല്ലാം കോട്ടൺ സിൽക്കിൻ്റെ പാൻറ്റാട്ടോ. ഇനി ഹക്കോബയുടെ ഇതെല്ലാവരും റീസ്റ്റോക്ക് ചോദിച്ചതാണ്, നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയതാണ്. ഫ്രണ്ടിൽ ഈ ഹക്കോബ ഫ്ലോറൽ പ്രിൻ്റില്ല, ബാക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് മാത്രമാണ്. ഒരു ലിനൻ ഫീലിങ്സ് ഉള്ള സെറ്റാട്ടോ, എന്ന് വെച്ചാൽ പ്യുവർ ലിനൻ എന്നല്ല, ഇതൊരു ലിനൻ സാരിയൊക്കെ നമ്മൾ കാണിക്കണേക്കോട്ടൊരു ലിനൻ ഫീലിങ്സ് ഉള്ള തുണിയാണ്. അത് കണ്ടോ, സെമി ലിനൻ എന്നൊക്കെ പറയും. 999 ആട്ടോ ഇതിൻ്റെ വിലയുള്ളൂ. ഇതിൻ്റെയൊക്കെ ഷോൾ കണ്ടോ, അടിപൊളി ഷോൾ. ഇതേ ഈ വിലയ്ക്ക് ഇത് നല്ലതല്ലേ, ഫങ്ഷന് ഇടാൻ, ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം, എണ്ണ അടിച്ച് കഴിയാലും പോകില്ല, ഇടാനും ഒരു സ്റ്റാൻഡേർഡ് സംഭവം, നല്ല സാധനമല്ലേ ഈ വിലയ്ക്ക്. ഇതിൻ്റെ ബോട്ടം ഒരു സെമി സിൽക്കാട്ടോ, നല്ല കനം കുറഞ്ഞ ഷോള്, നല്ല സ്റ്റാൻഡേർഡ് സിൽക്ക് ഷോള്. 999 വിലയുള്ളൂ. അത് തന്നെ ഒരു ഗ്രാൻഡ് വിലയല്ലേ, നല്ല എന്തോ ഒരു എണ്ണ കാണിച്ചാൽ ഇത് പോവില്ല കേട്ടോ. പിന്നെ ഷോളൊക്കെ ഇട്ടിങ്ങനെ ഒരു സെറ്റ് ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ലുക്കുണ്ട്. ചുരിദാർ സെറ്റിനെ ഷോളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ലുക്കുണ്ട്. 999 കുർത്തയൊക്കെ കംഫർട്ടാണെന്നുള്ളൂ, ഷോളൊന്നും പൊച്ചോണ്ട് നടക്കണ്ട. അങ്ങനെ സൗന്ദര്യം എപ്പോഴും ഷോള് സൈസ് ചുരിദാർ ഇടുമ്പോഴാണ്. അതെപ്പോഴും പറയില്ലേ, സാരിയാണ് ഏറ്റവും സൗന്ദര്യം, രണ്ടാമത് ചുരിദാർ, ഇങ്ങനെയുള്ളതൊക്കെയാണ്. ജീൻസും ഷർട്ടൊക്കെ കാഷ്വൽ വെയറാണ്. നമ്മളിപ്പോൾ സ്കൂൾ കോളേജൊക്കെ യൂണിഫോം പാൻറ്റ് ഷർട്ടും എന്ന് പറഞ്ഞ പോലെ അതിന് അട്രാക്ഷനല്ല, കംഫോർട്ടാണ് അതിൻ്റെ മെയിൻ സംഭവം. അടിപൊളി കളറാണ്, ഗോൾഡൻ കളറ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതുണ്ടോ, ഒരു പ്രിന്റഡിൽ വി ഷേപ്പിൽ ഗോൾഡൻ വർക്ക്, റയോൺ മെറ്റീരിയൽ ആട്ടോ ടോപ്പിൻ്റെ. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്ക് ബോട്ടം, നല്ല കളറുള്ള റാണി പിങ്ക് കളർ. 1390 ആട്ടോ, 1399 സോറി. നല്ല ഷോള്, റെഡ് വാഷ് ഷോള്, അതിൻ്റെ അരികത്ത് ഇങ്ങനെ പൈപ്പിങ് പിടിപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. 47 ജർക്കോ കിട്ടും. ബാക്കിൽ ഈ സെയിം പ്രിൻ്റാണ്. ഇത് നല്ല വിലയുള്ള തുണിയൊക്കെ ആട്ടോ, ടോപ്പിൻ്റെ തുണി. നല്ല സൂപ്പറാണ്. വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. റേറ്റ് എത്രയാണെന്ന് ഞാൻ മറന്നു. 1399. അടിപൊളി ഷോളും ഒക്കെയാണ്. ഇതിൻ്റെ ഈ 2 കളേഴ്സും ഉള്ളൂ കേട്ടോ, നല്ല പ്രിൻ്റൊക്കെ അല്ലേ. ടോപ്പിൻ്റെ 2 കളേഴ്സും. ഇത് കണ്ടോ, യോക്കിൽ ഇത്ര എംബ്രോയ്ഡറി ഉണ്ട്. നല്ല ഇറക്കമൊക്കെ കിട്ടും. 47, 46, 47 കിട്ടും. 590 ഉള്ളൂ. സോഫ്റ്റ് സിൽക്ക് ഷോളൂടെ 590 ഉള്ളൂ കേട്ടോ. ബോട്ടോ ഇത് 20 ടോണാണ്, 590 ഉള്ളൂ. ആ വിലയ്ക്ക് ഇത് സൂപ്പറാട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ടോപ്പിൽ ഇത്രയും വർക്കും ഷോളും ഇങ്ങനെ 590 സൂപ്പറല്ലേ. അടിപൊളി സംഭവമാണ്. $590 ആവുള്ളൂ.
നല്ലൊരു ബേജ് കളറ്, സൂപ്പർ സംഭവമാണ്. ഇത് സ്റ്റോണിൻ്റെ നല്ല രസമില്ലേ യോക്കിൽ, ഉള്ളിലൊക്കെ ആകാശത്തെ നക്ഷത്രം പോലെ മണൽത്തടികൾ ഇട്ടേക്കണ പോലെ ദേ വിചിത്ര സിൽക്കിൽ യോക്കിൽ നല്ല രസം. ഇങ്ങനത്തെ ഒരു മാല ഞാൻ എടുത്തിട്ടുണ്ട്, ഈ ചെയിൻ്റെ ഗോൾഡിൻ്റെ നല്ല രസമില്ലേ. ഇങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ പിടിപ്പിച്ച് സിമ്പിളാണ്. കണ്ട ഒരു ഡയമണ്ട് ലുക്ക് ഉണ്ട്, ഡയമണ്ട് അല്ല, നേരത്തെ പറയണ്ടായിരുന്നു അല്ലേ. എനിക്കിങ്ങനെ വിഷമമാണ്, ഞാനിങ്ങനെ എന്തെങ്കിലും സ്റ്റോണിൻ്റെ ഒക്കെ ഇടുമ്പോൾ ഡയമണ്ട് ആണോ എന്ന് ചോദിക്കും. അപ്പം അല്ലാന്ന് പറയും, വല്ല കാര്യമുണ്ടോ അതേന്ന് പറയണ്ട. പിന്നെ ഇപ്പം പരിഹാരത്തിന് എല്ലാവരും ചോദിച്ചപ്പോൾ ഒരു ഡയമണ്ടിൻ്റെ കുഞ്ഞ് ഇതൊരു മേടിച്ചു. എനിക്കത് വലിയ താല്പര്യമില്ല കേട്ടോ, എനിക്ക് പിശുക്കിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. 799 ഉള്ളൂ. അടിപൊളി മുന്തിരി കളറ്, ടീൽ ബ്ലൂ, ടീൽ ബ്ലൂ സൂപ്പറാണ്, സൂപ്പറാണ്. മെറൂൺ, റെഡിഷ് മെറൂൺ. വിചിത്ര സിൽക്കിൻ്റെ കളർ തന്നെ നല്ല രസമാണ്. ഷോള് ഫുള്ള് ദേ നക്ഷത്രങ്ങൾ പോലെ എന്ത് രസമല്ലേ. 799 ഉള്ളൂ. വിത്ത് ലൈനിങ് ഒന്നും അല്ലല്ലോ, വിത്ത് ലൈനിങ് അല്ല. ഇടയ്ക്ക് എൻ്റെ മനസ്സ് ഇപ്പോൾ എന്നും പറയണ പോലെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഓർക്കുക, ഇങ്ങനെ ചുമ്മാ ഇത് പുതിയ നമ്മൾ ഒരു സർപ്രൈസ് പറയാമെന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാറാകണമുള്ളൂ കേട്ടോ. ആ ഷോപ്പിലേക്ക് മനസ്സൊന്ന് പോയി. നിങ്ങൾ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചു. ഏപ്രിൽ ഒരു സർപ്രൈസ് ഷോപ്പ് തുടങ്ങും. നിങ്ങൾ ഓർക്കുക, ഞങ്ങളെ വിടുകയില്ല അല്ലേ എന്ന്. യേശുപ്രാൻ നിങ്ങളെ എനിക്ക് തന്നെ. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ആരോട് പറയും, നല്ല ഗ്രീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ട് പോലെ ഒന്നിങ്ങനെ എല്ലായിടും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ഒക്കെ ഒന്ന് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഷെയറൊക്കെ കൂടി മടിയൊക്കെ മാറിയെന്ന് തോന്നുന്നു. യൂട്യൂബിൽ കാണുന്നവരും ഒക്കെ ഇതൊരു ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹം. ഈ ക്ഷാമകാലത്ത് നിങ്ങളെ തന്ന യേശുപ്രാൻ ഞങ്ങളെ ക്ഷേമത്തോടുകൂടി പോറ്റി പുലർത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുപ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.